ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രൊജക്ടർ അടിച്ചു പോയി ഗൈസ്. അറിയാമായ ഗൈസ് എന്തൊരു പറ്റിയെന്ന്. കുറച്ച് ദിവസമായിട്ട് ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഓൺ ആക്കിയപ്പോഴത്തേക്കും ഇപ്പോൾ ഓണാവുന്നുണ്ട്. ഒരു അനക്കവും ഇല്ല. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും അത് ഇന്ന് ശരിയാക്കാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത്. അതെങ്ങനെയൊക്കെ ഉള്ളത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്ത്, പക്ഷേ ഇതിൽ ലൈറ്റൊന്നും കത്തിയിട്ടില്ല. ഓണാക്കി നോക്കാം. ഓണാക്കിയപ്പോഴും ലൈറ്റൊന്നും കത്തുന്നില്ല. ഞാൻ വയറ് മാറ്റി നോക്കി ഗൈസ്, പക്ഷെ ഒന്നും വർക്കാവുന്നില്ല. ഇനി നമുക്കിത് ഊരി നോക്കാനേ ഒരു വഴിയുള്ളൂ. ഊരി ആക്കണതിന് മുമ്പേ ഇത് മൊത്തം പൊടിയാണ്, ഒന്ന് തുടച്ച് വൃത്തിയാക്കണം മൊത്തത്തിൽ. ഇത് മൊത്തം ഊരണതിന് മുമ്പ് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കണം ഗൈസ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൽ 1-2 പൊടിയെങ്കിലും അകത്ത് പോയി കഴിഞ്ഞാൽ അത് പിന്നെ പ്രൊജക്ടർ ഓണാക്കുന്ന സമയത്ത് ഒരു ഡിസ്പ്ലേയിൽ ഇങ്ങനെ വന്നിരിക്കും. അതുകൊണ്ട് മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ട് ഇത് ഊരാൻ നോക്കാവും. പൊടി വല്ലതും ആവുകയാണെങ്കിൽ ഈ സ്റ്റിക്കർ ഊരാം ഗൈസ്. ഊരാനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ IP ഉണ്ടെങ്കിൽ IP വെച്ച് അടിച്ചിട്ട് ഊരാം. എന്നിട്ട് വല്ല ബ്ലേഡോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ ഇങ്ങനെ വല്ല സംഭവം വെച്ച് ഇത് തോണ്ടിക്കഴിഞ്ഞാൽ സ്റ്റിക്കർ ഊരിയെടുക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് വേറെ ഒരു സ്റ്റിക്കർ കാണും, അതും ഇതേപോലെ IP വല്ലതും വെച്ച് ഊരണം. ഊരുമ്പോൾ ഇതേപോലെ ഒരു ക്യാപ്പ് കാണാൻ പറ്റും. ഈ ക്യാപ്പിൻ്റെ അകത്ത് കൂടെ നമുക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേയിലുള്ള പൊടിയൊക്കെ വല്ലതും ക്ലീൻ ചെയ്യണമെങ്കിൽ ക്ലീൻ ചെയ്യാം. ബഡ്സ് പോലത്തെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ വല്ല സാധനമാണെങ്കിൽ നമുക്കത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഓണാകാത്തതായതുകൊണ്ട് ഗൈസ് ഞാൻ ഇവിടെ ഊരാൻ പോകണം. ഊരാനായിട്ട് ഇവിടുത്തെ 4 ബുഷ് ആദ്യം ഊരണം. അതിന് ഞാൻ IP അടിക്കുന്നുണ്ട്. അത് എൻ്റെ കൈ വെച്ച് ഇങ്ങനെ പയ്യെ ആക്കി കൊടുത്താൽ മതി, അപ്പോൾ ഇളകി വരും. ഇനിയിപ്പോൾ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ, നീളമുള്ള സ്ക്രൂ ഡ്രൈവർ ആയിരിക്കണം, അത് വെച്ചിട്ട് നമുക്ക് ഊരിയെടുക്കാം. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഗൈസ്, അത് ഊരിയെടുക്കാം. ഇനി പയ്യെ ഒന്ന് പൊക്കിയെടുക്കണം ഗൈസ്. അപ്പോൾ പൊക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കില്ലെങ്കിൽ ചിലപ്പോൾ വല്ലതും ഒടിയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഇവിടുത്തെ IRൻ്റെ സെൻസർ ഒടിഞ്ഞു പോയിട്ടുണ്ട് ഗൈസ്. അത് നമുക്ക് അവസാനം ശരിയാക്കാൻ പറ്റുമെങ്കിൽ ശരിയാക്കിയിട്ട് ഒട്ടിച്ച് വയ്ക്കാം. അത് കുഴപ്പമില്ല, അത് ബോർഡ് ഒട്ടിച്ച് വയ്ക്കാമെന്നേ ഉള്ളൂ. ഇതാണ് ലെങ്സ് ഗൈസ്. ലെങ്സ് അത്രയും അഴുക്കായിട്ട് ഇരിപ്പുണ്ട്, അത് ക്ലീൻ ചെയ്യണം. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ കണക്ഷൻ വേണത് മെയിനായിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ പവർ സപ്ലൈ ബോർഡ് ഇരിക്കുന്നത്. അതിൽ നിന്ന് നേരെ മദർ ബോർഡിലും അതുപോലെ ഇതിൻ്റെ അകത്ത് ഒരു LED ലൈറ്റ് ഉണ്ട്, അതിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹീറ്റ് സിങ്കാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്, ബ്ലോവർ ടൈപ്പ് ഫാനാണ് ഗൈസ്. ഏകദേശം 12 വോൾട്ടിൻ്റെ ഒരു ഫാനാണ്. അതുപോലെ ഇപ്പുറത്തെ സൈഡിനും ഒരു ഫാൻ ഉണ്ടെന്ന് തോന്നുന്നു. വയറ് പോയിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല പുറത്തുനിന്ന്. എന്തായാലും നമുക്കിത് ഊരാം ഗൈസ്. എല്ലാ പ്ലഗ് ഊരണം. അതുപോലെ ഈ സ്ട്രിപ്പ് ഊരുമ്പോൾ ശ്രദ്ധിച്ച് ഊരണം. ഇതിൻ്റെ അടിയിലായിട്ടൊരു കറുത്ത ഒരു ക്ലിപ്പ് നമുക്ക് പൊക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റിബൺ ഊരിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ബോർഡൊന്ന് മാറ്റാം ഗൈസ്. ബോർഡ് ഊരിയപ്പോൾ ഇവിടെ അത്രയും പൊടിയുണ്ട്. ബോർഡ് സൂക്ഷിച്ച് വെക്കണം ഗൈസ്. അതുപോലെ ഈ ഭാഗമാണ് നമുക്ക് ഊരാനുള്ളത്, അതിനായിട്ട് ഈ ബോഡി ഊരണം ഗൈസ്. ഇത് ഊരിയെടുക്കുക. ഇനിയിപ്പോൾ പവർ സപ്ലൈ ബോർഡ് ഞാൻ ഊരുന്നുണ്ട് ഗൈസ്. ഇതാണ് കംപ്ലൈൻറ്റ് തോന്നുന്നുണ്ട്, അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യണം ഇത്, എന്നാലേ അറിയാൻ പറ്റുള്ളൂ ഗൈസ്. തന്നെ ഡിസ്പ്ലേ ഊരുന്നുണ്ട്. ഡിസ്പ്ലേയുടെ സൈഡിന് ചെറിയതായിട്ട് പൊടി അടിച്ചിട്ടുണ്ട്, ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇവിടെയും അത്യാവശ്യം പൊടിയുണ്ട്. ഇവിടെ ഒരു ഗ്ലൂ പോലെ വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സാണ് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഗൈസ്. ഇത് മിററാണ്, ക്ലീൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനിയിപ്പോൾ ഈ ബോർഡൊന്ന് ചെക്ക് ചെയ്യണം. ഇതിനാണ് എന്തോ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്, അത് കണ്ടുപിടിച്ചിട്ട് ശരിയാക്കണം ഗൈസ്. അപ്പോൾ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്, ഒന്ന് ഓണാക്കി നോക്കാം. ഓൺ ആവുന്നുണ്ട് ഗൈസ്. വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. ഓഫ് ചെയ്ത് നോക്കാം. ഓഫായി. ഈ ഡയോഡാണ് ഞാൻ മാറ്റിയത് ഗൈസ്. അപ്പോൾ ഇത് എൻ്റെ നമ്പർ എന്ന് വേണമെങ്കിൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതെല്ലാം പഴയ കണക്ക് അടച്ച് വയ്ക്കാം. അതിന് മുമ്പായിട്ട് ഇതൊന്ന് ഒട്ടിച്ച് വയ്ക്കണം.
രണ്ട് സൈഡിലും ഫ്ലക്സ് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലെഡ് വെച്ച് ഇത് ഒട്ടിക്കാം ഗൈസ്. ഒരു വയർ ഉപയോഗിച്ചാണ് ഞാനത് കണക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കെല്ലാം കണ്ടിന്യൂറ്റി വേണമുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ നല്ല വൃത്തി വർക്കിംഗ് ആണ്. എല്ലാം വീഡിയോ ക്വാളിറ്റി മുമ്പത്തെയും കാട്ടി ഇത്തിരിയും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ആ മിറർ ക്ലീൻ ചെയ്തുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു ഡയോഡ് പോയതിൻ്റെ ഇതിലാണ് കംപ്ലൈൻ്റ് ആയി പോയത്. അപ്പോൾ നിങ്ങളെ വീട്ടിലും ഇതേപോലെയൊക്കെ വല്ല ഇരിപ്പുണ്ടെങ്കിൽ ഒന്നെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ വല്ല ചെറിയ സാധനങ്ങളൊക്കെ പോകണോണ്ടായിരിക്കും കംപ്ലൈൻ്റ് ആയി പോണത്. അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ ഒരു 24-25 രൂപയ്ക്ക് മൊത്തത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം ഗൈസ്. അതുവരേക്കും ബൈ ഗൈസ്.